കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 3, തിരുവചനങ്ങൾ 31 മുതൽ. അക്കാലത്ത് യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കുവാൻ ആളയച്ചു. ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുകയായിരുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികളും ശുശ്രൂഷകളും എല്ലാം കണ്ട് ഒരു സമയം അവന് സുബോധമില്ലെന്ന് പറഞ്ഞ് അവൻ്റെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ ആളുകൾ കർത്താവിനെ പിടിച്ചുകൊണ്ടു പോകാൻ വന്ന് നമ്മൾ വായിച്ചു. ഇന്ന് വീണ്ടും ഈശോ ഇരുന്ന ഭവനത്തിൽ ഒത്തിരിയേറെ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അമ്മയ്ക്കും സഹോദരങ്ങൾക്കും അകത്ത് കിടക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പുറത്തു നിന്ന് അവനെ വിളിക്കാൻ ആളയച്ചു. സ്നേഹമുള്ളവരെ, പലപ്പോഴും ഈ ഒരു വചനത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് മുറിച്ചെടുത്ത് പറയും, ഈശോ പരിശുദ്ധ അമ്മയ്ക്ക് യാതൊരു സ്ഥാനമോ ബഹുമാനമോ കൊടുത്തില്ല, ഒരു പ്രാധാന്യം കൊടുത്തില്ല. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ഏറ്റവും ഉദാത്തമായ മാതൃകയായിട്ട് കാണിച്ചുകൊണ്ട് തന്നെയാണ് കർത്താവ് യഥാർത്ഥത്തിൽ എൻ്റെ അമ്മയും സഹോദരങ്ങളും ആരായിരിക്കണമെന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെയും തൻ്റെ ചുറ്റുമുള്ളവരെ എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് കർത്താവ് പറയുകയാണ്, രക്തബന്ധത്തെക്കാൾ ഉപരി ദൈവസന്നദ്ധിയിൽ നിങ്ങൾക്ക് വേണ്ടത് കർമ്മബന്ധമാണ്. രക്തബന്ധത്തെക്കാൾ ഉപരി. പലപ്പോഴും ഇത് പറയാൻ കാരണം ഫരിസേയരും നിയമജ്ഞരുമൊക്കെ തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശത്തിലായതുകൊണ്ടും തങ്ങൾ ജനിച്ചതിൻ്റെ അവകാശത്തെ ചൊല്ലിയും പറയുന്നുണ്ടായിരുന്നു, തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും രക്ഷിക്കപ്പെട്ടവരുമാണ്. അത് തങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല, തങ്ങളുടെ പാരമ്പര്യം കൊണ്ടും തങ്ങൾ ജനിച്ച സാഹചര്യങ്ങൾ കൊണ്ടും തങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ അവരെ തിരുത്തിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ അമ്മ എന്ന് വിളിക്കുന്നത് ഞാൻ ആ രക്തബന്ധം കൊണ്ട് മാത്രമല്ല, അതിനേക്കാൾ ഉപരി ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയ ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ അമ്മയും സഹോദരങ്ങളും ഇതാണ്. അപ്പോൾ തനിക്ക് ചുറ്റുമിരിക്കുന്നവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ കുടുംബം എന്ന് പറയുന്നത് രക്തബന്ധത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു കുടുംബമല്ല, പിന്നെയോ എന്നെ സ്നേഹിച്ച് എന്നോട് ചേർന്ന് നിൽക്കുന്ന എല്ലാറ്റിലും ഉപരി പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന എല്ലാവരും എൻ്റെ കുടുംബമാണ്. കർത്താവ് തൻ്റെ കുടുംബത്തെ ഇങ്ങനെ വിസ്തൃതമാക്കുകയാണ്. രക്തബന്ധത്തിലോ 4 ചുവരുകൾക്ക് ഉള്ളിൽ ഒതുങ്ങുന്നതല്ല എൻ്റെ കുടുംബം എന്ന് പറഞ്ഞു. അതിന് ഏറ്റവും ഉദാത്തമായ മാതൃക നമുക്കറിയാം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മ തന്നെയാണ് പിതാവിൻ്റെ ഹിതം തൻ്റെ ജീവിതത്തിൽ നിറവേറ്റിയവരാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈശോ പറയുന്നത്, ഇതെൻ്റെ അമ്മയാണെന്ന് ഞാൻ പറയാനും അഭിമാനിക്കുവാൻ ഏറ്റവും ഉള്ള കാരണം എന്നെ നൊന്ത് പ്രസവിച്ച അമ്മ എന്നതിനേക്കാൾ ഉപരി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറ്റിയ, വചനം പാലിച്ച, വചനമുദരത്തിൽ സംവഹിച്ച, വചനത്തെ ഫലഭൂഷ്ടമാക്കിയ ഒരു വ്യക്തി എന്ന നിലയിലാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഗലാത്യക്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ എന്താ പറയുന്നത്? ക്രിസ്തുവിൽ പരിച്ഛേദിതരോ അപരിച്ഛേദിതരോ എന്നുള്ളതല്ല, സ്നേഹത്തിൽ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് പ്രാധാന്യപ്പെട്ടത്. സ്നേഹത്തിൽ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് മുഖ്യം. എൻ്റെ ജീവിതത്തിലെ 2 ഘടകങ്ങൾ ഇതായിരിക്കണം. എന്താണ് പിതാവായ ദൈവത്തിൻ്റെ ഹിതം? കർത്താവ് പലതവണ പറയുന്നുണ്ട്. മർക്കോസ് 3-ാം അധ്യായത്തിൽ, മത്തായി 7-ഉം 12-ഉം അധ്യായത്തിൽ പറയുന്ന കാര്യം എന്താണ്? പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാരോ അവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, അവരാണ് അമ്മയും സഹോദരനും സഹോദരനും. അപ്പോൾ എന്താണ് പിതാവായ ദൈവത്തിൻ്റെ ഹിതം? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം തിരുവചനത്തിലും 1 യോഹന്നാൻ 3:23 പറയുന്ന 2 കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. പിതാവിൻ്റെ ഹിതം ഒന്ന്, അവിടുന്ന് അയച്ച പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നുള്ളതാണ് പിതാവിൻ്റെ ഹിതം. അപ്പോൾ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, അവനിലൂടെ നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ് പിതാവിൻ്റെ ഹിതം. ഞാൻ പിതാവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണോ എന്നറിയാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമളക്കുക. ഞാൻ യഥാർത്ഥത്തിൽ
കർത്താവിൽ ഹൃദയം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. രണ്ടാമത്തേത് 1 യോഹന്നാൻ 3:23 പറയുന്ന രണ്ടാമത്തെ ഘടകം പരസ്പരം സ്നേഹിക്കണമെന്നുള്ളതാണ് തൻ്റെ പുത്രനിലൂടെ അവിടുന്ന് നമുക്ക് നൽകിയ കൽപ്പന. വിശ്വസിക്കുക, പരസ്പരം സ്നേഹിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതാണ്. 1 ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിലായിരിക്കുക, 2 സഹോദരങ്ങളോടുള്ള സ്നേഹബന്ധത്തിലായിരിക്കുക. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ. ദൈവം എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? നമ്മൾ പാപിയായിരിക്കെ തന്നെ നമ്മുടെ കുറവുകളും നമ്മുടെ ന്യൂനതകളോ നമ്മുടെ വീഴ്ചകളോ അറിഞ്ഞുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളും അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നമ്മളെ അവിടുന്ന് രക്ഷിക്കുവാൻ തീരുമാനിച്ചു. നമ്മളെ ആദ്യം എല്ലാം വിളിച്ച് നമ്മുടെ എല്ലാ പാപങ്ങളും മാറ്റിക്കളഞ്ഞ് ഞാൻ അവിടുത്തെ സന്നദ്ധിയിൽ ഏറ്റവും പെർഫെക്റ്റ് ആക്കിയിട്ടല്ല ദൈവം എന്നെ സ്നേഹിച്ചത്. പിന്നെയോ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ, എൻ്റെ പാപകരമായ അവസ്ഥയിൽ പാപിയായി എന്നെ ദൈവം സ്നേഹിച്ചു. ആ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ അവിടത്തേക്ക് തരാൻ പറ്റുന്നതെല്ലാം എനിക്ക് വേണ്ടി തന്നു. എൻ്റെ ചുറ്റുമുള്ളവരെയും ഞാൻ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ഗുണങ്ങൾ മാത്രം നോക്കിയിട്ടാണോ? അവരുടെ കഴിവുകൾ മാത്രം നോക്കിയിട്ടാണോ? അവരിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ് മാത്രം നോക്കിയിട്ടാണോ ഞാൻ എൻ്റെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുന്നത്? അതെയോ ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ ഉപാധികളില്ലാതെ സ്നേഹിക്കുവാൻ. നമ്മുടെ ചുറ്റുമുള്ളവർ ഇംപെർഫെക്റ്റ് ആയിരിക്കാം, അവർക്ക് കുറവുകൾ ഉണ്ടായിരിക്കാം, എങ്കിലും അവരെ ദൈവത്തിൽ സ്നേഹിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ, പരസ്പരം താങ്ങാകുവാനും സപ്പോർട്ടാകുവാനും ഒക്കെയുള്ളൊരു സ്നേഹം എൻ്റെ ജീവിതത്തിലുണ്ട്. വീണ്ടും വചനം എന്താണ് പിതാവിൻ്റെ ഹിതം എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 1 തെസ്സലോനിക്ക 4-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. നിങ്ങളുടെ ശരീരത്തിൻ്റെ വിശുദ്ധി, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. പിതാവിൻ്റെ ഹിതം എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന അടുത്ത ഘടകം ഇതാണ്: നിങ്ങളുടെ ശരീരത്തിൻ്റെ വിശുദ്ധി. പിതാവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിയും തങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കും. അധമ വികാരങ്ങൾക്കും കാമാസക്തികൾക്കും തങ്ങളെ തന്നെ വിട്ടുകൊടുക്കാതെ ദൈവസന്നദ്ധിയിൽ തങ്ങളെ വിശുദ്ധിയിൽ കാത്തുപാലിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുവാണ്. അതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു ഹിതം. നിങ്ങൾ വിശുദ്ധരായിരിക്കണം ദൈവസന്നദ്ധിയിൽ. അബ്രാഹാം തൊട്ട് നമുക്ക് നൽകിയ കൽപ്പന ഇതാണ്: നീ എൻ്റെ മുൻപേ പോവുകയും കുറ്റമറ്റവനായിരിക്കുകയും ചെയ്യുക. എൻ്റെ സന്നദ്ധിയിൽ വിശുദ്ധിയുള്ളൊരു വ്യക്തിയായിട്ട് ജീവിക്കാൻ നിനക്ക് സാധിക്കണം. അടുത്തതായിട്ട് എഫേസോസുകാർക്കുള്ള ലേഖനം 5-ാം അധ്യായത്തിൽ 17 മുതൽ 18 വരെയുള്ള തിരുവചനത്തിൽ ദൈവം പറയുകയാണ്: പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പൂരിതരാകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ അഭിഷേകമുള്ളവരായിരിക്കണം. ഓരോ ദിവസവും ആ ദൈവസ്നേഹത്തിൽ എന്നെ ആഴപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറയപ്പെടാൻ എൻ്റെ ജീവിതം കൊണ്ടും ഹൃദയം കൊണ്ടുമെല്ലാം ഞാൻ അഭിലഷിക്കണം, പ്രയത്നിക്കണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ജീവിതം എനിക്കുണ്ടാവണം. വീണ്ടും പത്രോസ് ശ്ലീഹായുടെ കർത്താവ് പറയുകയാണ്: നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങളെ, ദൈവഹിതമനുസരിച്ചുള്ള സഹനങ്ങളെ ഏറ്റെടുക്കുവാനും മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കണം. ദൈവഹിതമനുസരിച്ചുള്ള സഹനങ്ങൾ എന്ന് പറയുന്നത് എന്നെ വിശുദ്ധീകരിക്കുന്ന ജീവിത നിമിഷങ്ങളാണ്. ഒരുപക്ഷെ പാപം ചെയ്തിട്ട് ഞാൻ അനുഭവിക്കുന്ന സഹനങ്ങളെയല്ല ക്രിസ്തീയ സഹനങ്ങൾ എന്ന് വിളിക്കുന്നത്. പിന്നെയോ ഞാൻ പോലും അറിയാതെ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന ഞെരുക്കങ്ങൾ, ദൈവം അനുവദിക്കുന്ന ചില ജീവിതത്തിൻ്റെ വരണ്ട അനുഭവങ്ങൾ എന്നെ വിശുദ്ധീകരിക്കുവാനും എന്നെ രൂപപ്പെടുത്തുവാനുമായിട്ട് ദൈവം ജീവിതത്തിൽ തരുന്ന ചില അനുഭവങ്ങളെ കൃതജ്ഞതയോടെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. അവസാനമായിട്ട് നന്ദിയുള്ളൊരു ജീവിതം. 1 തെസ്സലോനിക്ക 5:18 നന്ദിയോടെ ആയിരിക്കുക ജീവിതത്തിൽ. ഇതാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഹിതം. നന്ദിയോടെ ജീവിക്കുക, സന്തോഷത്തോടെ ആയിരിക്കുക ജീവിതത്തിൽ. ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ജീവിതത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒരു കാര്യത്തിൽ എനിക്കൊരു ഉറച്ച ബോധ്യമുണ്ടാവണം: ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ്. ജീവിതത്തെ നന്ദിയോടെ കാണാൻ പറ്റണം. ഒന്നും അവകാശമല്ല, എല്ലാം സമ്മാനമാണെന്നൊരു ബോധ്യമുണ്ടാവട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് മുൻപിൽ വയ്ക്കുന്ന ജീവിതത്തിൻ്റെ രേഖ ഇതാണ്: പിതാവായ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, പരസ്പരം സ്നേഹിക്കുക, വിശുദ്ധിയിലായിരിക്കുക, സഹനങ്ങൾ ഏറ്റെടുക്കുക, പരിശുദ്ധാത്മാവിൽ നിറയുക, നന്ദിയോടെ ആയിരിക്കുക. അനുസരിക്കുന്ന ഓരോ വ്യക്തിയും ഈശോയുടെ സഹോദരനും സഹോദരിയുമായിട്ട് മാറുകയാണ്. കാരണം അവിടുന്ന് മരണത്തോളം പിതാവിനെ അനുസരിച്ചു. വീണ്ടും എൻ്റെ ജീവിതം വഴി ഞാൻ മറ്റൊരാളെ ഈശോയിലേക്ക് അടുപ്പിക്കുമ്പോൾ, മറ്റൊരാളിൽ ഈശോയുടെ സാദൃശ്യത്തിൽ ആ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ ഞാനായിത്തീരുകയാണ്. ഞാൻ മൂലം ഓരോ വ്യക്തിയും വിശ്വസിക്കുമ്പോൾ ഓരോ വ്യക്തിയിലും ഈശോ ജനിക്കുവാൻ ഇടയാവുകയാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമുക്ക് ആ ഒരു ബോധ്യത്തിലായിരിക്കാം.
എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തണം. അതാണ് പിതാവായ ദൈവത്തിൻ്റെ ഹിതം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.